നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 30 1200 ആണ്ട് ധനുമാസം 15 തിങ്കളാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം. അപ്പോൾ മൂലനക്ഷത്രം എന്ന് പറയുമ്പോൾ അതിനെ മൂട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലനക്ഷത്രം. പക്ഷേ ഇന്ന് അമാവാസിയുടെ ഇരുട്ട് വ്യാപിച്ചിട്ടുള്ള ദിവസവും കൂടിയാണ്. അപ്പോൾ ആഴ്ച കൊള്ളാം, നക്ഷത്രം കൊള്ളാം, പക്ഷേ ഇന്ന് അമാവാസി തീർന്നിട്ടില്ല. അമാവാസി എന്ന് വെച്ചാൽ ഇരുട്ട് നിൽക്കുകയാണ്. ഇരുട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഇരുട്ടത്തായി പോകും. ഇറങ്ങുന്ന കാര്യങ്ങൾ അത്ര കണ്ട് വിജയത്തിലേക്ക് വരത്തില്ല. പ്രകാശം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ ശുഭമായ ചില കാര്യങ്ങൾ ചെയ്യാമെങ്കിലും ഇപ്പോൾ സുപ്രധാനമായ കാര്യങ്ങൾ, ലോങ് ടൈമിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ദിവസം ആകിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അമാവാസിയുടെ ഇരുട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ശുഭകാര്യങ്ങൾ മാറ്റിവെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മൂലനക്ഷത്രം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ധനുമാസത്തിലെ മൂലനക്ഷത്രം നിങ്ങൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു വർഷമല്ല നിങ്ങൾക്കെന്നറിയാം. കാരണം ഇരുട്ട് വ്യാപിച്ചിരിക്കുകയാണ്. പലതും കിടന്ന് ഏഴയും ഒരു കാര്യങ്ങളും അത്ര കണ്ട് ഭംഗിയാകത്തില്ല. സാമ്പത്തിക പുരോഗതിയെ കുറയ്ക്കും. വാഹനം ഓട്ടിക്കുന്നിടത്ത് സൂക്ഷിക്കണം. അതുപോലെ ഗ്രഹനിർമ്മാണമോ അതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാര്യങ്ങളെല്ലാം കിടന്ന് ഏഴയും. അതുപോലെ വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. മൈഗ്രേറ്റ് ചെയ്തൊക്കെ പോകാൻ പോണവർ പൈസയൊക്കെ കൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ സമ്പത്തൊക്കെ ബ്ലോക്കാകാൻ ഇടവരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ സൂക്ഷിക്കണം. കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ട് ഇരുട്ട് വ്യാപിക്കാനിടയുള്ളത് കൊണ്ടും നിങ്ങൾ തിങ്കളാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ പോകണം. പൗർണമി ദിവസം ഇരുട്ടിനെ അതിജീവിക്കാൻ വേണ്ടി പ്രകാശമേ ഉള്ളൂ, വെട്ടം. അതാണ് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസമായ പൗർണമി ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കണം. അതേപോലെ അന്ന് വ്രതത്തോടു കൂടി ഇരിക്കണം. അതിനൊപ്പം തന്നെ ദേവിയെ എത്രത്തോളം ഭജിക്കാമോ ദേവീ രൂപത്തിലുള്ള ദേവതയെ ഭജിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ദോഷങ്ങൾ കുറയ്ക്കാനും ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാക്കി തരാനും സഹായിക്കും. ഒരു വർഷത്തെ ഫലത്തെ ഈ മാസത്തിൽ ജനിച്ച ധനുമാസത്തിൽ ജനിച്ച മൂലനക്ഷത്രക്കാരുടെ ഫലമാണ് ഞാനീ പറഞ്ഞത്. അല്ലാതെ മൂലനക്ഷത്രക്കാർ അങ്ങനെ ഭയക്കേണ്ടതിൽ മാസത്തിൽ ജനിച്ചവരുടെ ഫലമാണ് പറഞ്ഞത്. ശ്രദ്ധിക്കണം. ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ പൊതുവേ നല്ല ദിവസമല്ല, ഇരുട്ട് വ്യാപിച്ചിരിക്കുന്ന ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. രാവുകാല സമയം എന്ന് വരുന്നത് 8:10 തൊട്ടാണ് രാവുകാലം ആരംഭിക്കണേ. 7 തൊട്ട് 9 മണി വരെ എന്ന കലണ്ടറിൽ ഇട്ടിട്ടുണ്ട്. 8:10. വീണ്ടും 40 മിനിറ്റ് കഴിഞ്ഞിട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 9:36 വരെ രാവുകാല സമയമുണ്ട്. അതുപോലെ ഗുളിക കാല സമയവും 1:53 തൊട്ട് 3:19 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 11:01 തൊട്ട് 12:27 വരെയും. ഈ സമയങ്ങളും ഓരോ കാര്യങ്ങളിൽ സൂക്ഷിക്കണം. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:03 തൊട്ട് 12:51 വരെയാണ്. ഇന്നൊരു പ്രത്യേകത വരുന്നത് 12:27 വരെ ശരിക്ക് യമകണ്ഠ കാല സമയം ഉള്ളത് കൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിനെയും വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. വളരെ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. 12:27 51 അകത്ത് എടുക്കുന്ന സമയം കിട്ടിയാലേ ഏറ്റവും ഉത്തമമായി എടുക്കാവൂ. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങുന്നത് ഉത്തമമായിരിക്കും. ശുഭ്രവസ്ത്രം എന്ന് പറയുമ്പോൾ വെളുത്ത കളറിലുള്ള വസ്ത്രം അല്ലെങ്കിൽ തൂവെള്ള വസ്ത്രം ധരിക്കുന്നത് വല്ല ഭാഗ്യദായകമായിരിക്കും. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക, നമുക്ക് പോസിറ്റീവ് എനർജി തരാൻ വേണ്ടി. ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല, എന്നാലും കഷ്ടതയൊന്നും ഉണ്ടാവാതെ
ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തിൽ ദുരിതമൊന്നും വരാതെ കാര്യങ്ങളെല്ലാം ഭംഗിയാവാൻ വേണ്ടി പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.